സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കുന്ന ഇടങ്ങളിൽ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വചനശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ കീഴത്തുള്ള സെൻറ് തോമസ് ധ്യാന കേന്ദ്രം ഒരുക്കുന്ന 3-4 ദിവസങ്ങൾ ഈ ആത്മീയ വിരുന്നിന് വേണ്ടി നമുക്ക് വേണ്ടി ഒരുക്കിത്തരുന്ന ഈ ദിവ്യ അനുഭവത്തിലേക്ക് വളരെ സമർപ്പണത്തോടും പ്രാർത്ഥനയോടും നമുക്ക് ചേർന്നിരിക്കാം. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിങ്കിലേക്ക് നമ്മൾ ഉൾക്കണ്ണുകളെ ഉയർത്താം. 3 കാരിരുമ്പാണികളിൽ നമുക്ക് വേണ്ടി തിരുബലിയായി അർപ്പിക്കപ്പെട്ട് ഒടുവിലത്തെ തുള്ളിച്ചോര പോലും ഊറ്റിത്തന്ന് പ്രാണനെ തന്ന് അത്യന്തം നമ്മളെ സ്നേഹിച്ച് കരുതി നമ്മുടെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന വീണ്ടെടുത്ത നമ്മുടെ അരുനാഥനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പോയ കർത്താവ് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് കൽപ്പിച്ചവൻ്റെ ആ തൃപ്പാദങ്ങളെ നമുക്ക് ചുംബിക്കാം. അവൻ്റെ തിരുവിലാവിനെ നമുക്ക് തഴുകാം. ആണിപ്പാളിൻ്റെ കൈകളിലേക്ക് നമുക്ക് നോക്കാം. ശോഭയേറിയവൻ്റെ മുഖത്തേക്ക് നോക്കാം. ഞാൻ നിങ്ങളെ തള്ളികളയില്ല എന്ന്, നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് വാക്ക് പറഞ്ഞവനായി കർത്താവേ, ഈ ഉദ്യമത്തിന് വേണ്ടി കൈത്താങ്ങൽ തന്ന് എൻ്റെ മുന്നിലും പിന്നിലുമായി നിന്ന് പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചന കേൾവിക്ക് വേണ്ടി ഒരുക്കത്തോടെ ഓരോ ഇടങ്ങളിലിരുന്ന് നിൻ്റെ കരുണയിൽ സംഘപ്പെട്ടിരിക്കുന്ന കർത്താവെ, ശ്രോതാക്കളായ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇത് ഒരു വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ. പൈശാചിക ബന്ധനത്തിൽ നിന്നായ വിടുതൽ, മനസ്സിൽ സമാധാനവും സ്വസ്ഥയും അനുഭവിക്കുവാൻ, കർത്താവെ, പാപത്തെക്കുറിച്ച് ബോധം വന്ന് സത്യകുമ്പസാരം സ്വീകരിക്കുവാൻ, നിൻ്റെ പരിശുദ്ധമായ ശരീരരക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു പുനഃസമർപ്പണത്തിലേക്ക്, വിശ്വാസ സ്ഥിരീകരണത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് വളരാൻ ഈ വചന കേൾവി മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് വചനം സംസാരിക്കുന്ന നിൻ്റെ മകന് വേണ്ടി, കേൾവിക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ഞങ്ങളോട് പങ്കിടുന്ന ഒന്നിനായ കർത്താവെ കൗമാരൻ ബാച്ച്, എൻ്റെ ദാസൻ പൈതൽ പ്രായം മുതൽ നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി സമർപ്പിച്ചവനാണ്. ഇനി ശേഷിക്കുന്ന പുരുഷായുസ് നിനക്ക് വേണ്ടി സമർപ്പിതനാണ്. നിൻ്റെ ദാസൻ്റെ നാവിൽ നിൻ്റെ തിരുവചനം പകരണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കത്തിക്കാളുന്ന ശക്തിയിൽ ഈ വചനം പങ്കിടുവാൻ താവേ, അഭിഷേകത്തിൻ്റെ ശക്തിയിൽ നിൻ്റെ അഭിഷേകത്തിനെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ഞങ്ങൾ വന്നേരം ബാച്ചനെയും സമർപ്പിക്കുന്നു. കരുണയോടെ കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ. ആയത് കന്യമർത്തമറിയാമ്മയുടെയും സർവശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും വിലയേറിയ പ്രാർത്ഥനയാൽ തന്നെ. ആമീൻ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ സഭയുടെ കീഴത്തുള്ള സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ 16ാമത് സുവിശേഷ മഹായോഗത്തിലൂടെ ദിനങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം തമ്പുരാൻ വാരിക്കോരി വചനങ്ങൾ, ദൈവാനുഭവങ്ങൾ നമുക്ക് നൽകി. നമുക്ക് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു വചനം നമുക്കിങ്ങനെ വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11:43-44. ലാസറേ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. ലാസറേ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. മരണത്തിൻ്റെ വക്രത്തിൽ നിന്നല്ല, ചീഞ്ഞളിഞ്ഞ് ശവക്കുഴിയിൽ കിടന്ന ലാസർ, ചീഞ്ഞളിഞ്ഞവനെ കല്ലറയ്ക്കുള്ളിൽ നിന്ന് അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ ഉടയവൻ, ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. ലാസറിൻ്റെ ആത്മാവ് എവിടെയാണോ മറഞ്ഞിരുന്നത്, അവിടെ നിന്ന് ഉടയവൻ്റെ ശബ്ദം കേട്ടപ്പോൾ, സൃഷ്ടാവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തൻ്റെ ശരീരത്തിൽ വന്ന് ചേർന്നു, ജീവൻ പ്രാപിച്ചു, പുറത്തു വന്നു. ഹല്ലേലൂയ. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും
മുഖം റുമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവൻ്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മരിച്ചവർ, ആത്മീയമായി മരിച്ചവർ, ചീഞ്ഞളിഞ്ഞ ജീവിതം നയിക്കുന്നവർ, മ്ലേച്ഛകരമായ ജീവിതം നയിക്കുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കഴിയുന്ന മക്കളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് തിരുവചനത്തിലൂടെ പ്രവർത്തിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് ആദിയിൽ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചതുപോലെ, ഹല്ലേലൂയ, ഇന്ന് അനേക മക്കളുടെ ഉള്ളിൽ പരിവർത്തിക്കുവാൻ അപ്പാ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സീനായ് മാമലയിൽ ഇറങ്ങി വന്ന ആത്മാവ്, ഹല്ലേലൂയ, ഇന്ന് അനേക മക്കളുടെ പൈശാചിക ബന്ധനങ്ങളും പാപബന്ധനങ്ങളും അശുദ്ധിയുടെ ബന്ധനങ്ങളും, ഹല്ലേലൂയ, രോഗത്തിൻ്റെ ബന്ധനങ്ങളും അഴിയുവാൻ ഇന്നത്തെ വചനക്കേൾവി മുഖാന്തരമാകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് വചനം പറയുന്ന എത്രയും വന്യനായിരിക്കുന്ന കൗമാർ എമ്പാച്ചനെ വളരെ വിനയത്തോടെ യേശുനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പല പ്രാവശ്യം വന്യ റമ്പാച്ചനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഇപ്പോഴാണ് ദൈവം അവസരമൊരുക്കി തന്നത്. ദൈറാ ജീവിതത്തിലേക്ക് ദൈവം തമ്പുരാൻ കരം പിടിച്ചുയർത്തി ദൈവത്തിൻ്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പിൽ ആയിരിക്കുമ്പോൾ വന്യ റമ്പാച്ചൻ പരിശുദ്ധ സഭയ്ക്ക് അനുഗ്രഹമാണ്. ഇപ്പോൾ പഠനകാര്യങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന വന്യ റമ്പാച്ചന് ദൈവം തമ്പുരാൻ സ്വർഗം തുറന്ന് അളവില്ലാതെ വചനത്തിൻ്റെ പെരുമഴ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ വിനയത്തോടെ റമ്പാച്ചനെ വചന ശുശ്രൂഷയ്ക്കായി യേശുനാമത്തിൽ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവമക്കളെ, വചനം കേൾക്കുന്ന സകല മക്കളെയും ദാഹത്തോടെ കൊതിയോടെ ഈ 7:30 സമയം നോക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചനക്കേൾവി വലിയ അനുഭവമായി തീരും, നമുക്കത് വിശ്വസിക്കാം. ഗാനശുശ്രൂഷ നിർവഹിക്കുന്ന മകനെയും അതുപോലെ യൂട്യൂബിൽ കാര്യങ്ങൾ ചെയ്യുന്ന മകനെയും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവമേ, നിന്റെ വിസ്തുവേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. 138 സങ്കീർത്തനം. ബാറക്കുമോ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ്സ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവെ, ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും. എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും. എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ്. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. അഹങ്കാരികളെ അവിടുന്ന് അകലെ വച്ച് തന്നെ അറിയുന്നു. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും. അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. ആമേൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ.
അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ശക്തിയോടെ നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അനർത്ഥമുണ്ടെന്നും ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നും ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ശക്തിയോടെ കർത്താവിനെ ആരാധിക്കാം. ശക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിന് വിശ്വാസത്തിൽ ഒന്ന് ആരാധിച്ച് രുചിച്ചറിയാം. ഹല്ലേലൂയ. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ശക്തിയോടെ ഹല്ലേലൂയ. ആകുല ചിന്തയാൽ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. ആകുല ചിന്തയാൽ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ബാറഖ്മോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. കീഴിലം സെൻറ് തോമസ് ധ്യാനകേന്ദ്രത്തിൻ്റെ ധ്യാനയോഗത്തിൽ ഓൺലൈനായി സംബന്ധിക്കുന്ന പ്രിയ ദൈവജനമേ, തൃത്വദൈവത്തിൻ്റെ സ്നേഹനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കട്ടെ. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. യോശുവായുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കി ദൈവസന്നിധിയിൽ ശാന്തമായി പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ,
ഇന്ന് നിൻ്റെ സന്നിധിയിൽ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ഒത്തുചേർന്നായിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ പ്രവർത്തികളാക്കുവാൻ നിൻ്റെ വചനത്തിൽ വേരൂന്നിയുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ നിന്നെ ആരാധിച്ചതുപോലെ ദൈവമേ, വിശ്വസ്തയോടുകൂടി നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും വലിയ അനുഗ്രഹങ്ങൾ നൽകണമേ. സർവവും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വചന ശുശ്രൂഷയെയും ദൂരെയായിരുന്നത് കേൾക്കുന്നവരെയും എല്ലാം ദൈവത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. വന്യ കോറപ്പിസ്കോപ്പാച്ചൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ഈ ശുശ്രൂഷ ഓൺലൈൻ മാധ്യമത്തിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. വലിയ പരിമിതികളുടെ മധ്യത്തിൽ മനോഹരമായി ഈ ധ്യാനയോഗം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ സാധ്യതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കുവാനും വചനം പഠിക്കുവാനും വചനത്തെ പ്രവൃത്തിപഥത്തിലാക്കുവാനും ഈ ശുശ്രൂഷ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ വചന ശുശ്രൂഷയും ജീവിതത്തിൽ പ്രവൃത്തിയുടെ അനുഭവത്തിലായി തീർന്നെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ എന്ന വിശുദ്ധനായ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ വെളിപ്പെടുത്തി തരുന്നുണ്ട്. 1-ാം അധ്യായം 23-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വചനം കേട്ട് അനുസരിക്കാതെ പോകുന്ന മനുഷ്യൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടിട്ട് അത് തിരിച്ചറിയാതെ പോകുന്ന മനുഷ്യന് തുല്യമായിരിക്കും. ഏതൊരു മനുഷ്യനും വചനം കേൾക്കുമ്പോൾ അത് ഒരു കേൾവി മാത്രമല്ല, മറിച്ച് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു കർമ്മ പദത്തിൽ സഞ്ചരിക്കുക തന്നെ വേണം. ക്രിസ്തു എന്ന രക്ഷിതാവിൻ്റെ ജീവിതത്തിലെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താൻ പറഞ്ഞ വചനത്തെയെല്ലാം തൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിച്ച ദൈവമാണ്. നമുക്കും അദ്ദേഹത്തിൻ്റെ പാതകളെ പിൻപറ്റാം. യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയായി വചനത്തിൽ വേരൂന്നിയുള്ള ജീവിതം, വചനത്തെ പ്രവർത്തികളാക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് ദൈവം ഈ സന്ധ്യയുടെ വചനകേൾവിയിലൂടെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ധ്യാനത്തിനും ചിന്തയ്ക്കുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധമായ വേദഭാഗം യോശുവായുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ആ വാക്യം നമ്മെ ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്: നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. എത്ര മനോഹരമായ ഒരു വാക്യമാണ്. പ്രതികൂലങ്ങളുടെയും പരിമിതികളുടെയും നിരാശയുടെയും എല്ലാം മധ്യത്തിലൂടെ ലോകം തന്നെ കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടം, നാളെ എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുമ്പിൽ ഓരോ ദിവസവും ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുന്ന ദിവസം, 2020 വരെ വലിയ സന്തോഷത്തിൻ്റെ മധ്യത്തിൽ കഴിഞ്ഞിരുന്ന ആ ലോക ജനത കഴിഞ്ഞ കുറേ കാലങ്ങളായി ക്വാറന്റൈൻ എക്സ്പീരിയൻസിലേക്ക്, ഒറ്റയ്ക്കായി പോകുന്ന ആ അനുഭവത്തിലേക്ക്, ഒത്തുചേരലിനുള്ള അനുഭവങ്ങൾ ഇല്ലാതെ പോകുന്ന ആ സമൂഹത്തിൻ്റെ വലിയ കൂട്ടായ്മയെ നഷ്ടപ്പെടുത്തുന്ന അനുഭവത്തിലേക്കെല്ലാം സഭയിലും സമൂഹത്തിലും വ്യക്തിജീവിതത്തിലുമെല്ലാം നാം ആയിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ദൈവാശ്രയം വേണ്ടതായ ഒരു കാലഘട്ടം. ഒരുപക്ഷെ പ്രാർത്ഥനകളിൽ നിന്നും ധ്യാനങ്ങളിൽ നിന്നും വചനകേൾവിയിൽ നിന്നും ദൈവ ആരാധനയിൽ നിന്നും അവയുടെ പ്രവൃത്തി രൂപത്തിൽ നിന്നുമെല്ലാം മനുഷ്യൻ വല്ലാതെ അകന്നു പോകുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഒരുപക്ഷെ ആയിരങ്ങളും പതിനായിരങ്ങളും ദൈവാരാധനയ്ക്കായി കൂടി വന്നിരുന്ന ഇടങ്ങൾ ഇന്ന് ചുരുങ്ങിയ പരിമിതമായ കൂടിവരവുകളിൽ പ്രോട്ടോക്കോളുകൾക്ക് കീഴിൽ ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ്. എങ്കിലും ദൈവം തരുന്ന സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനോഹരമായി മുന്നോട്ട് പോകുവാൻ ഈ ധ്യാനകേന്ദ്രവും അതിൻ്റെ ശുശ്രൂഷകളും ശ്രേഷ്ഠമായ മാതൃകകൾ കാണിക്കുകയാണ്. സന്ധ്യയിലെ ചിന്തയ്ക്കായി ധ്യാനിക്കുന്ന വേദഭാഗം യോശുവായുടെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. യോശുവായുടെ പുസ്തകത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി ഒരു നിമിഷം ആലോചിക്കുമ്പോൾ ചെറിയ പ്രവചന ഗ്രന്ഥങ്ങളിൽ 1-ാമത്തെ പുസ്തകമെന്ന് ചരിത്രകാരന്മാരും വേദശാസ്ത്ര പണ്ഡിതന്മാരും ഈ പുസ്തകത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്.
ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചനത്തിൽ മരുഭൂമിയിലെ 40 വർഷം നീണ്ടതായ ആ യാത്രയിൽ നേതൃത്വം വഹിച്ച മോശയുടെ മരണത്തിൻ്റെ അനുഭവം, അദ്ദേഹത്തിന് പിൻഗാമിയായി ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത യോശുവായുടെ മരണത്തിന് ഇടയിലുള്ളതായ ആ കാലസന്ധിയിൽ വാഗ്ദത്ത ഭൂമിയായ കനാൻ ദേശത്തിന്മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ യോശുവായുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം നടത്തുന്നതായ ആ ശ്രമത്തിൻ്റെ ചരിത്രമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. 24 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു പുസ്തകം. ഒരുപക്ഷെ ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ, ദൈവത്തിൽ ആശ്രയം വെച്ചുള്ള യാത്രകളുടെ, ദൈവത്തിൽ ആശ്രയം വെച്ചുള്ള പോരാട്ടങ്ങളുടെ, ദൈവത്തിൽ ആശ്രയം വെച്ചുള്ള സമർപ്പണങ്ങളുടെ, ദൈവാശ്രയത്തിൽ ജനം അംഗീകാരം നേടിയെടുക്കുന്നതിൻ്റെ ഒരു അനുഭവ ചരിത്രത്തെ 24 അധ്യായങ്ങളിലൂടെ ഗ്രന്ഥകാരൻ നമുക്ക് മുമ്പിൽ വിവരിച്ച് കാണിക്കുന്നുണ്ട്. 4 പ്രധാന ഭാഗങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഒന്നാമത് വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രവേശനം. 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് വാഗ്ദത്ത നാട്ടിലേക്കുള്ള ദൈവജനത്തിൻ്റെ പ്രവേശനമാണ്, അതിൻ്റെ ചരിത്രമാണ്. പ്രതിസന്ധികളിൽ, പരിമിതികളിൽ മുന്നോട്ടുള്ള യാത്രയെ അക്കമിട്ട് ഗ്രന്ഥകാരൻ നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. മുമ്പിൽ മരണം, പിമ്പിലും മരണം, ഇരുവശങ്ങളിലും മരണം എന്നൊരവസ്ഥയിൽ ഇസ്രായേൽ ജനം മുന്നോട്ട് നടക്കുന്ന ആ അവസ്ഥയിൽ കാവലായി, കരുതലായി, കൂട്ടായി നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. മുൻപിൽ വഴി നടത്തുവാൻ വഴി തുറക്കുന്ന ദൈവം, പിന്നിൽ ആക്രമിക്കാൻ വരുന്നവരെ അടിച്ചോടിക്കുന്ന ദൈവം, ഇടത്തും വലത്തും ഉയരത്തിലും ആഴത്തിലും കാവലായി നിൽക്കുന്ന അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവജനത്തിൻ്റെ ചരിത്രം തന്നെയാണ് 1-ാം ഭാഗം നമുക്ക് മുമ്പിൽ വിവരിക്കുന്നത്. 2-ാം ഭാഗത്തേക്ക് കടന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ യുദ്ധനൈപുണ്യമോ അല്ലെങ്കിൽ യുദ്ധത്തിനുള്ളതായ സംവിധാനങ്ങളോ ഒന്നുമില്ലാതിരുന്ന അടിമത്തത്തിൽ അടിമയായി ജീവിച്ച ഒരു ജനത ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് പിന്നീട് അങ്ങോട്ടുള്ള 5 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നീട് കാണുന്ന യുദ്ധങ്ങളെല്ലാം ഒരുപക്ഷെ വലിയ വാൾപ്പയറ്റിലൂടെയോ അല്ലെങ്കിൽ ചരിത്രപരമായ ആക്രമണത്തിലൂടെയോ ഒന്നുമല്ല ദൈവജനം വിജയം നേടിയെടുക്കുന്നത്. ദൈവജനം തങ്ങളെക്കാൾ 10 ഇരട്ടി ശക്തിയുള്ള ആ ശക്തരായ എതിരാളികൾക്ക് മുമ്പിൽ ആയുധമായി വയ്ക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ആ വചനത്തിൽ വേരൂന്നിയുള്ള യാത്ര, വചനത്തിൽ വേരൂന്നിയുള്ള ആക്രമണം, അതിലെല്ലാം ദൈവജനം വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്നതായി കാണുന്നുണ്ട്. 3-ാമത് ദൈവാശ്രയത്തിൽ നേടിയെടുത്തതിനെ ഗോത്രങ്ങൾക്കിടയിൽ വിഭജിച്ച് പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു അനുഭവമുണ്ട്. പലപ്പോഴും ഇന്ന് ആക്രമണങ്ങളിലും പ്രത്യാക്രമണങ്ങളിലുമെല്ലാം പിടിച്ചെടുക്കുന്നത്, മുഴുവൻ കവർന്നെടുക്കുവാൻ ഉള്ള അവസരങ്ങളിൽ നിന്ന് എല്ലാവർക്കും സമഭാവനയോടുകൂടി എല്ലാവരെയും ഒരുപോലെ കരുതുന്ന ആ മനോഭാവത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ചുള്ള ഒരു വേർതിരിക്കലിൻ്റെ അനുഭവം കാണുന്നുണ്ട്. പിന്നീട് ദേശത്തിലുള്ള ആധിപത്യവും യഹോവയാം ദൈവത്തോടുള്ള വിശ്വസ്തതയും എല്ലാം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട്. യഹോവയ്ക്ക് മാത്രമുള്ള ആരാധന എന്ന ആഴത്തിലുള്ള ദൈവശാസ്ത്ര ചിന്ത ഈ പുസ്തകത്തിൽ ഉടനീളം പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. എന്താണ് കാലഘട്ടങ്ങൾ, 2000, 3000, 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾക്ക് ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ എന്ത് പ്രസക്തിയാണെന്നുള്ള ചോദ്യം ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ഈ പഴയ നിയമപുസ്തകത്തിനെതിരെ ചോദിച്ചേക്കാം. അവിടെ കാണുന്നുണ്ട് പ്രതികൂലങ്ങളിൽ ദൈവാശ്രയത്തിൽ ദൈവജനം നേടുന്നതിൻ്റെ അനുഭവങ്ങളെ നമുക്ക് വർണ്ണിക്കുന്ന പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. യോശുവ 3-ാമത്തെ അധ്യായം, ആ പുസ്തകം, ആ അധ്യായത്തിൻ്റെ പ്രസക്തി, ചില സുപ്രധാനമായ ചിന്തകൾ അവിടെ കാണുന്നുണ്ട്. ഒന്ന്, ദൈവവചനത്തിൻ്റെ പിന്നാലെ ദൈവജനം പോകണം. ദൈവം കൽപ്പിക്കുന്ന ഒന്നാണ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിന്നാലെ ദൈവജനം പോകണം. അതിന് ഒരു ഒഴിവില്ല. വാക്യം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ പോകണം.
ദൈവവചനം എവിടേക്ക് സഞ്ചരിക്കുന്നുവോ ആ വചനത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോകണം. നിരാശയുടെ അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ ജനത്തോട് ദൈവം ആവശ്യപ്പെടുന്നത്, ദൈവത്തിൻ്റെ വിശ്വസ്തദാസനിലൂടെ ആവശ്യപ്പെടുന്നത് വചനത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സമൂഹം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഇന്നും നാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഒത്തിരി കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് തിരിച്ചു വരാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിന്നാലെ പോകുവാൻ, സഭയുടെ വിശ്വാസത്തിൻ്റെ പിന്നാലെ പോകുവാൻ ഒരുമിക്കുന്നവരായി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. രണ്ടാമത് കാണുന്ന പ്രസക്തമായ മറ്റൊരു ചിന്ത, നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾ അറിഞ്ഞിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അതിനെ പിൻപറ്റുവാൻ ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചാൽ, ഒരു ജനത ഇറങ്ങിത്തിരിച്ചാൽ, ഒരു ദേശം ഇറങ്ങിത്തിരിച്ചാൽ, പിന്നെ മുന്നിലുള്ളതിനെപ്പറ്റി നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമാകുന്ന സൈന്യങ്ങളുടെ യഹോവ എന്നൊരു വലിയ വിശേഷണം ദൈവത്തെപ്പറ്റി വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ജനം പ്രതികൂലങ്ങളിൽ നടക്കുമ്പോൾ വഴി നടത്തുന്നവനായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്. മരുഭൂമിയുടെ അനുഭവത്തിൽ പകൽ മേഘസ്തംഭത്തിൽ തണലായി നിൽക്കുന്ന ദൈവം, രാത്രി മരിച്ചു പോകുന്ന കുളിരിൻ്റെ അനുഭവത്തിൽ കാവലായി അഗ്നിസ്തംഭമായി കൂടെ നിൽക്കുന്ന ദൈവം, ദാഹിക്കുമ്പോൾ ജലമായി ദൈവത്തിൻ്റെ സാന്നിധ്യം, വിശക്കുമ്പോൾ ഭക്ഷണമായി ദൈവത്തിൻ്റെ സാന്നിധ്യം, മരണം മുന്നിൽ വന്ന് കണ്ടു കഴിയുമ്പോൾ നോക്കിയാൽ രക്ഷ പ്രാപിക്കുന്ന ഔഷധം നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ജീവിക്കേണ്ടുന്ന മാർഗങ്ങളെ മോശയിലൂടെ പകർന്നു കൊടുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഏതൊരു മേഖലകളിലും ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവജനത്തിൻ്റെ വഴിയിലുണ്ടാകുന്നു എന്ന രണ്ടാമത്തെ ശക്തമായ ചിന്ത ഈ അധ്യായം നമ്മുമായി പങ്കുവയ്ക്കുന്നുണ്ട്. മൂന്നാമത്, ദൈവത്തിനു വേണ്ടി ഒരു യാത്രയ്ക്കായി ഇറങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ദൈവത്തിനു വേണ്ടി ഒരു വഴിയാത്രയ്ക്കായി, ഒരു പെരുന്നാൾ ആഘോഷിക്കുവാൻ, ഒരു നേർച്ച നടത്തുവാൻ, ഒന്ന് പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ എല്ലാം കടന്നു പോകുമ്പോൾ, ദൈവത്തിനു വേണ്ടി ഒരു യാത്രയ്ക്കായി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന 3-ാമത്തെ ചിന്ത, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. സാങ്ക്ടിഫൈ യുവർ സെൽഫ്. ഇന്ന് നാം ചിന്തിക്കണം, ഒരുപക്ഷെ മനസ്സിൻ്റെ നിർമ്മലത നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ടോ? അഹങ്കാരം നമ്മുടെയൊക്കെ ഉള്ളിൽ എവിടെയൊക്കെയോ കയറുന്നുണ്ടോ? ഞാനിന്ന് വലിയ സ്ഥാനത്തായിരിക്കുന്നു എന്ന തോന്നൽ എൻ്റെ ഉള്ളിൽ കടന്നുകൂടുന്നുണ്ടോ? എൻ്റെ പ്രവർത്തികളെ, എൻ്റെ വഴികളെ നിർമ്മലമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ പറ്റുന്ന തെറ്റുകളെ തിരുത്തുവാൻ മടിയില്ലാത്ത, നമ്മുടെ പാതകളെ റീറൂട്ട് ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു കൂട്ടമായി, ഒരു ജനസമൂഹമായി നമുക്ക് മാറുവാൻ സാധിക്കണം. ആത്മീയതയുടെ വഴികളിൽ, സാമൂഹ്യ സേവനത്തിൻ്റെ വഴികളിൽ, വിമോചനത്തിൻ്റെ വഴികളിലെല്ലാം വലിയ ദൈവ ചിന്തയോടുകൂടി മുന്നോട്ട് പോകുവാൻ നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്ന അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അനുഭവവും നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് എപ്പോഴും നമ്മൾക്കുണ്ടാകണം. 4-ാമത്തെ ചിന്ത, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ദൈവവചനത്തിൻ്റെ പിന്നാലെ പോകുവാൻ, നിങ്ങൾ പോകേണ്ടുന്ന വഴി ദൈവം പറഞ്ഞു തരുന്ന വഴിയെ പോകുവാൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ എല്ലാം നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിലേക്ക് ഒരുപക്ഷെ നമ്മുടെ സഭ തള്ളപ്പെടുന്ന ഒരു അനുഭവത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിസന്ധികളാണ് ചുറ്റും വിഴുങ്ങുവാൻ വലിയ നാവുകളുമായി നമുക്ക് ചുറ്റും ഒരു സമൂഹം നിൽക്കുന്നുണ്ട്. ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ, തകർന്നു പോകാതെ, ഒരുപക്ഷെ ഭൗതികമായ ഒരു യുദ്ധത്തിന് മുതിരാതെ, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവജനം തയ്യാറെടുക്കുന്ന അനുഭവത്തിൽ നിങ്ങളുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഒരുപക്ഷെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പരിമിതികളുടെ മധ്യത്തിൽ വിശുദ്ധനായ സേവേറിയോസ് പാത്രിർക്കീസ് എന്ന ഒരു പിതാവ് ഈ സഭയ്ക്കുണ്ടായിരുന്നു.
എല്ലാം നഷ്ടപ്പെട്ട അധികാരവും സമ്പത്തും തൻ്റെ സ്ഥാനമാനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് നാടുവിട്ട് ദൂരദേശത്തേക്ക് പോകേണ്ടതായ അനുഭവത്തിൽ അദ്ദേഹം അകപ്പെട്ടതായ നിമിഷങ്ങളുണ്ട്. അവിടെ അദ്ദേഹം തൻ്റെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുകയാണ്. ദൈവസഭ നശിച്ചു പോകാതെ പരിശുദ്ധ സുറിയാനി സഭയെ അതിൻ്റെ ആരാധനാ പാരമ്പര്യങ്ങളിൽ, വിശ്വാസ പാരമ്പര്യങ്ങളിൽ കളങ്കം ചേർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വലിയ അനുഭവം കൊടുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധനായ അന്ത്യോക്യയുടെ സേവറിയോസ് പാത്രിക്കീസിൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദി ക്രൗൺ ഓഫ് ദി സിറിയൻസ് എന്ന് പറയുന്ന കോപ്റ്റിക് സഭയിൽ നിന്ന് പുറത്തിറക്കിയതായ ഒരു മനോഹരമായ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഒരു കൊതിയോടുകൂടി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ കൊതിയോടുകൂടി മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അന്ത്യോക്യയുടെ പത്രിക്കീസിനെ ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ആരാധനാലയങ്ങളും അതിൻ്റെ പ്രാർത്ഥിക്കുവാനുള്ള അനുഭവങ്ങളും ദൈറാകളും എല്ലാം നശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലും തകർന്നു പോകാത്ത, തളരാത്ത വിശ്വാസവുമായി ദൈവം പിതാക്കന്മാരിലൂടെ ഈ സഭയെ ഉയർത്തുന്ന അനുഭവമുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ഈ മഹാമാരി എല്ലാ മേഖലകളിലും നമുക്ക് മുമ്പിൽ നിരാശയുടെ പർവ്വതങ്ങൾ വളർത്തി വച്ചിട്ടുണ്ട്. ഒരു തരത്തിലും മുന്നോട്ട് പോകാത്ത രീതിയിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധി ഒരു ഭാഗത്ത് നിൽക്കുന്നു. തൊഴിൽ നഷ്ടപ്പെടുന്നതായ വലിയ പ്രതിസന്ധി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. വലിയ രോഗങ്ങൾ വന്നുകൂടുന്ന പ്രതിസന്ധി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. വലിയ നിരാശയിലേക്ക് ജീവിതങ്ങൾ കടന്നു പോകുന്ന ഡിപ്രഷൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിന് മുമ്പിൽ വന്നുകൂടുന്നുണ്ട്. ഇവയെല്ലാ കാര്യങ്ങളിലും തളർന്നു പോകാതെ കൈപിടിക്കുന്ന, കൂടെ നടക്കുന്നവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. വീണ്ടും 3-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന അടുത്ത ഒരു ചിന്ത, നിങ്ങൾ യഹോവയുടെ വചനം കേൾക്കുക എന്നുള്ളതാണ്. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറയുന്ന ഒരു ഫെയ്ത്ത് അഫർമേഷൻ, വിശ്വാസത്തിൻ്റെ ഉറപ്പിക്കൽ ഈ 3-ാം അധ്യായത്തിൽ നമുക്ക് മുമ്പിൽ ലഭിക്കുന്നുണ്ട്. വീണ്ടും പിന്നീട് കാണുന്നത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ, 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവജനം യഹോവയിൽ ആശ്രയം വെച്ചുകൊണ്ട് മറുകര കാണുന്ന ഒരു അനുഭവമുണ്ട്. ഈ 3-ാം അധ്യായത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ ഷീത്തിൽ നിന്ന് യോർദാന്റെ കര വരെയും ഈ ജനം കൂട്ടം മുഴുവനും സഞ്ചരിച്ചെത്തിയിരിക്കുകയാണ്. മുമ്പിൽ വലിയ നദി കാണുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. എന്നാൽ ദൈവം യോശുവായ്ക്ക് വലിയ ആലോചന കൊടുക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ അവരുടെ നേതൃത്വത്തിന് ആലോചന കൊടുക്കുകയാണ്. നിങ്ങൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. യഹോവയുടെ വചനമടങ്ങിയിരിക്കുന്ന നിയമപ്പെട്ടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ആ നദിയെ സ്പർശിക്കുക. അവരുടെ ഉള്ളങ്കാൽ ആ നദിയെ സ്പർശിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾക്കുള്ളതായ വഴി ദൈവം തെളിച്ചു തരും. പ്രാർത്ഥനയോടുകൂടി ആ പെട്ടകം വഹിച്ചുകൊണ്ടുള്ള പുരോഹിത സംഘം ആ യോർദാന്റെ നദിയിൽ വലിയ ഒഴുക്കുള്ള ആ വെള്ളത്തിൽ ചവിട്ടുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ നിന്നുകൊണ്ട് അവർക്ക് മുമ്പിൽ ഒരു വലിയ വഴി പിളർത്തപ്പെടുകയാണ്. ഒരു ഡാം കെട്ടിയതുപോലെ, ഒരു അണ കെട്ടിയതുപോലെ നദിയുടെ ഒരു വശം അവിടെ നിൽക്കുന്നു, മറുവശം ഒഴുകി മാറിയിരിക്കുന്നു. ഉണങ്ങിയ ഒരു പാത തെളിയുകയാണ്. ഒരുപക്ഷെ ദൈവജനം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇതുപോലൊരു ഇടപെടൽ തങ്ങളുടെ ജീവിതത്തിൽ, തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നടത്തുമെന്ന്. യോശുവയുടെ നേതൃത്വത്തിൽ അവിടെ മുന്നോട്ട് പോകുകയാണ്. ആ വഴിയിലൂടെ, പുതുവഴിയിലൂടെ, ദൈവം തെളിയിച്ചതായ പുതുപാതയിലൂടെ മുന്നോട്ട് പോകുന്ന ആ ദൈവജനം, ജനം മുഴുവനും കരയ്ക്ക് വേഗം കയറി എന്നാണ് പറയുന്നത്. അതിനുശേഷം ആ പുരോഹിത വൃന്ദം പെട്ടകവുമായി അവരുടെ ഉള്ളങ്കാൽ യോർദാൻ നദിയിൽ നിന്ന് കരയിലേക്ക് എടുത്തു വെച്ച നിമിഷം ആ നദി തിരിച്ച് ഒഴുകി ചേർന്നു, വീണ്ടും പഴയതുപോലെ ഒഴുകുവാനായിട്ട് ആരംഭിച്ചു. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവജനം യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ മറുകര കാണുന്നതായ അനുഭവം. ഈ അധ്യായം അവസാനിക്കുന്ന ഭാഗങ്ങളിൽ അത്ഭുതത്തെ, ദൈവം ചെയ്തു തന്ന നന്മകളെ, ദൈവം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതായ ആ അത്ഭുതത്തെ മറന്നുപോകാതെ ഓർത്തിരിക്കേണ്ടതിന് 12 ഗോത്രങ്ങളോടും ഈ നദിയുടെ ആഴത്തിൽ നിന്ന് 12 കല്ലുകൾ എടുക്കുവാൻ ദൈവം കൽപ്പിക്കുന്നു. ദൈവം ജീവിതത്തിൽ ചെയ്ത നന്മകളെ മറന്നുപോകാതെ, ദൈവം ഏൽപ്പിച്ച അനുഗ്രഹങ്ങളെ മറന്നുപോകാതെ, ദൈവം ഭരമേൽപ്പിച്ച നിയോഗങ്ങളെ വിസ്മരിക്കാതെ
അതിനെ ഓർത്ത് അതിൻ്റെ സ്മരണ നിങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ ഉത്ബോധിപ്പിക്കുന്ന ഒരു നേതൃത്വത്തെ കാണുവാൻ സാധിക്കും. യോശുവയുടെ നേതൃത്വത്തിൽ അവിടെ ഗിൽഗാലിൽ ഈ 12 കല്ലുകളും നാട്ടി ദൈവത്തിന് ആരാധന അർപ്പിച്ചു എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇന്നിൻ്റെ സന്ധ്യയിൽ ചുരുങ്ങിയ സമയത്തിൽ നിന്നുകൊണ്ട് യോശുവയുടെ നേതൃത്വത്തിൽ ദൈവജനം ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, അനുഗ്രഹങ്ങളെ അവകാശമാക്കി പ്രാപിച്ചതുപോലെ എങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, അനുഗ്രഹങ്ങളെ അവകാശമാക്കി മാറ്റുവാൻ സാധിക്കുന്നതെന്ന് ശാന്തമായി ചിന്തിക്കാം. പഴയ നിയമത്തിലെ ഈ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു യാത്ര പുതിയ നിയമത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. സുവിശേഷങ്ങളുടെ അവസാന ഭാഗത്ത് ഒരു യാത്ര കാണുന്നുണ്ട്. ആശങ്കയുടെ തീർത്ഥാടനം എന്ന പേരിലാണ് ഈ യാത്ര ഒരുപക്ഷെ അറിയപ്പെടുന്നത്. ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം നിരാശയോടുകൂടി, അല്ലെങ്കിൽ അതുവരെയും തങ്ങളുടെ കൂടെയിൽ ഉണ്ടായിരുന്ന നാഥൻ ഇനിയില്ല എന്ന വലിയ ആശങ്കയിൽ ക്രിസ്തുവിൻ്റെ 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മവോസിൻ്റെ അനുഭവത്തിലേക്ക് യാത്ര പുറപ്പെടുന്നുണ്ട്. ആ യാത്രയുടെ മധ്യത്തിൽ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ദൈവം, ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നാളിതുവരെയും അപ്പം തന്നവൻ ഇനി കൂടെയില്ല, നാളിതുവരെയും അറിവ് തന്നവൻ ഇനി കൂടെയില്ല, നാളിതുവരെയും ആശ്രയമായി നിന്നവൻ ഇനി ഞങ്ങളുടെ കൂടെയില്ല. ദൈവമേ, ഞങ്ങളിനി എന്തു ചെയ്യുമെന്ന വലിയ നിരാശയുടെ മധ്യത്തിൽ, നിരാശയുടെ പർവ്വതങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ആ 2 ക്രിസ്തു ശിഷ്യന്മാർ മുന്നോട്ട് യാത്ര പുറപ്പെടുന്നു. എന്നിരുന്നാലും ആശങ്കയുടെ ഈ തീർത്ഥാടനത്തിൽ, നിരാശയുടെ ഈ യാത്രയിൽ അവിടെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകുകയാണ്. യോശുവയുടെ നേതൃത്വത്തിൽ ആ ജനത്തിന് യഹോവയാം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായതുപോലെ ഈ 2 പേരുടെ ഒറ്റയ്ക്കുള്ളതായ ആ ചേർന്നുള്ളതായ ആ യാത്രയിൽ അവിടെ ഇടപെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഒന്നാമത്തെ അനുഭവം കൂടെ നടക്കുന്നവനായ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കൂടെ നടക്കുന്ന ദൈവം. വേദപുസ്തക ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ആദിമ മാതാപിതാക്കന്മാരായിരിക്കുന്ന ആദം ഹൗവ ദമ്പതികൾ, ഏദന്റെ പറുദീസയിൽ ദൈവം ചേർത്തു വെച്ച, ദൈവം സ്വന്തം കരം കൊണ്ട് സ്വന്തം രൂപത്തിലും ഛായയിലും മെനഞ്ഞതായ ആ ആദിമ മാതാപിതാക്കന്മാർ, അവരുടെ കൂടെ നടക്കുന്ന ദൈവത്തെ ആ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന, അവർക്ക് കാവലായി നിൽക്കുന്ന ദൈവം. ആ അനുഭവം ഒന്നാമതുണ്ട്. 2, മോശയുടെ ജീവിതത്തിൽ മോശ ഏറ്റു പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, കഴിവുകളില്ല, കുറവുകളുണ്ട് എന്ന് പറയുന്ന മോശയെ ഞാൻ നിൻ്റെ കൂടെ നടക്കും, നീ സംസാരിക്കുന്നത് എൻ്റെ നാവിലൂടെ ആയിരിക്കുമെന്ന് ശക്തിപ്പെടുത്തുന്നവനായ ഒരു ദൈവത്തിൻ്റെ നിറവുള്ള സാന്നിധ്യമുണ്ട്. 3, ഇസ്രായേലിൻ്റെ യാത്രകളിൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുകൊണ്ട് കനാൻ എന്ന് പറയുന്ന സുന്ദര സുവർണ നാട്ടിലേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ കാവലിൻ്റെ, കരുതലിൻ്റെ, ചേർച്ചയുടെ വലിയ അനുഭവം നമുക്ക് കാണുന്നുണ്ട്. കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. വീണ്ടും ശമൂവേൽ ബാലൻ ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ ദൈവജനത്തെ മുന്നോട്ട് നയിക്കുവാൻ നിയോഗമേറ്റെടുക്കുമ്പോൾ കൂടെ നടക്കുന്ന ദൈവത്തെ കാണുന്നുണ്ട്. പിന്നീട് ശൗലിൻ്റെ ജീവിതത്തിൽ കൂടെ നടക്കുന്ന ദൈവമുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ, ശലോമോൻ്റെ ജീവിതത്തിലെല്ലാം ദൈവം കൂടെ നടക്കുന്ന അനുഭവങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് അങ്ങോട്ട് പ്രവാചകന്മാരായ എലിയാവിൻ്റെ കൂടെ, എലീശയുടെ കൂടെ, പുതിയ നിയമത്തിലെ അപ്പോസ്തല സമൂഹത്തിൻ്റെ കൂടെ, ആദിമ സഭാപിതാക്കന്മാരുടെ കൂടെ കൂടെ നടക്കുന്നവനായ ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ക്രിസ്തുവിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന മനോഭാവങ്ങളിലൊന്ന് കൂടെ നടക്കുവാനുള്ള സന്നദ്ധതയാണ്. ഈ കാലഘട്ടത്തിൽ, മഹാമാരിയുടെ കാലഘട്ടത്തിൽ, അകൽച്ചയുടെ കാലഘട്ടത്തിൽ, രോഗത്തിൻ്റെയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് കൂടെ നടക്കുവാനുള്ള അനുഭവം നമുക്കുണ്ടാകണം. ഇന്ന് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമ്മുടെ മക്കളോടൊപ്പം നടക്കുവാൻ, ജീവിത പങ്കാളിയോടൊപ്പം നടക്കുവാൻ, മാതാപിതാക്കന്മാരോടൊപ്പം നടക്കുവാൻ, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരോടൊപ്പം നടക്കുവാൻ, സഭയോടൊപ്പം നടക്കുവാൻ, വിശ്വാസ തീക്ഷ്ണതയോടുകൂടി മുന്നോട്ട് നടക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ നാം ഒരുക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. വചനത്തിൽ വേരൂന്നി വേണം ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാനായി. 1, കൂടെ നടക്കുവാനുള്ള വലിയ മനസ്സ് ജീവിതങ്ങളിൽ നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 2, എ വില്ലിങ്നെസ് ടു ആസ്ക് അബൌട്ട് ദെയർ പെയിൻ. കൂടെ നടക്കുന്നവൻ്റെ വേദനയെ
ചോദിച്ചറിയുവാനുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ക്രിസ്തുവേശു ഈ യാത്രയിൽ, ഈ അപ്പോസ്തലന്മാരോടൊപ്പമുള്ള യാത്രയിൽ കർത്താവ് കൂടുതൽ സംസാരിക്കുന്നില്ല, മറിച്ച് അവരുടെ വേദനകളിൽ അറിയുവാനുള്ള ഒരു വലിയ മനസ്സ് കർത്താവ് കാണിക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ കുടുംബങ്ങളിൽ വേദനകളെ, സമൂഹങ്ങളിലുള്ള വേദനകളെ, തൊഴിലിടങ്ങളിലുള്ള വേദനകളെ, നാം ഇടപെടുന്ന മേഖലകളിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദനകളെ, സഭയിൽ അനുഭവിക്കുന്ന വേദനകളെല്ലാം ചോദിച്ചറിയുവാൻ നമുക്കൊരു വലിയ മനസ്സുണ്ടാകണം. ഒരു നല്ല വാക്കിലൂടെ, ആശ്രയമായി, അനുഭവമായി, ഒരു പുഞ്ചിരിയിലൂടെ, സ്നേഹസാന്ത്വനമായി മാറുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നാം മറന്നു പോകരുത്. ഒന്നാമത്തെ നിയോഗം, കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ പോലെയാകണം. 2, നിരാശയുടെ മധ്യത്തിലായിരിക്കുന്നവരുടെ വേദനകളെ ചോദിച്ചറിഞ്ഞ് അവരോട് കൂടെ നടക്കുവാനുള്ള മനസ്സുണ്ടാകണം. 3, ചിന്തിക്കുന്നത് ഹി കളക്റ്റഡ് നോളജ് ഫ്രം ദം. അവരുടെ പ്രയാസങ്ങളിൽ നിന്ന്, അവരുടെ വേദനകളെ അവരിൽ നിന്ന് ചോദിച്ചറിയുന്ന വലിയ മനോഭാവം. കൂടെ നടന്നുകൊണ്ട് ഒരു മനുഷ്യൻ്റെ വേദനകളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. മോശയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് തന്നോടൊപ്പമായിരിക്കുന്ന ജനം അനുഭവിക്കുന്ന കഷ്ടതകളെ തിരിച്ചറിഞ്ഞ് ആ കഷ്ടതകളെ ദൈവത്തോട് പറയുവാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ അവകാശമായി ചോദിച്ചു വാങ്ങി തൻ്റെ പിന്നിലുള്ള ജനത്തിന് കൊടുക്കുവാനുള്ള വലിയ മനസ്സാണ്. പിന്നീട് കാണുന്ന ദാവീദ് രാജാവിൻ്റെ വലിയ ശുശ്രൂഷയുടെ അനുഭവം, ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ചുകൊണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി ദൈവ അനുഭവങ്ങളെ ചോദിച്ചു വാങ്ങുന്ന കാര്യം. കർത്താവായ യേശു ക്രിസ്തു പിതാവാം ദൈവത്തോട് തൻ്റെ കൂടെയുള്ള ജനത്തിൻ്റെ ആശങ്കകളെ പങ്കുവെച്ചുകൊണ്ട് വലിയ അനുഗ്രഹങ്ങളെ, അനുഗ്രഹത്തിൻ്റെ വചനങ്ങളെ പങ്കുവെക്കുന്ന അനുഭവം പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ നാം കാണുന്നത് വിഭിന്നമല്ല. ദൈവജനത്തിനു വേണ്ടി ദൈവത്തോട് സംസാരിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ അവകാശമാക്കി, അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ വഴികളെ ചോദിച്ചറിഞ്ഞ് ആ വഴികളെ തലമുറകൾക്ക് അനുഗ്രഹമായി പറഞ്ഞു കൊടുക്കുന്ന വലിയ അനുഭവം. അന്ത്യോക്യയുടെ പത്രികീസായിരുന്ന ഇഗ്നത്തിയോസ് നൂറോനോ, അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുമ്പോഴും മരണത്തിൻ്റെ മുമ്പിൽ പോലും അദ്ദേഹത്തിൻ്റെ വരച്ച ചിത്രങ്ങളിലെല്ലാം നമുക്ക് കാണുന്ന കാഴ്ച, അദ്ദേഹം ഒരിടത്ത് മാറി നിന്നുകൊണ്ട് മരണത്തെ സ്വീകരിക്കുന്നതല്ല, മറിച്ച് തന്നോടുകൂടെ മരിക്കുവാൻ നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സിംഹങ്ങളും ക്രൂരമൃഗങ്ങളും കയറി വരുന്ന അനുഭവങ്ങളിൽ അവരുടെ മധ്യത്തിൽ ആ ആദിമ സമൂഹത്തെ കൈയോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന വിശുദ്ധനെ കാണുവാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. ദൈവമേ, എൻ്റെ അസ്ഥികൾ ഈ സിംഹത്തിൻ്റെ പല്ലുകൾക്കിടയിൽ കിടന്നുകൊണ്ട് ഗോതമ്പ് മാവ് പൊടിയുന്നത് പോലെ പൊടിഞ്ഞ് ഞാൻ എൻ്റെ നാഥന് ഒരു സ്വീകാര്യ ബലിയായി തീരുമാറാകണമേ. ദൈവസഭയിൽ ഒരു അപ്പമായി മാറുവാൻ ദൈവജനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം. പിന്നീട് കാണുന്ന സമൂഹങ്ങളിൽ വളർന്നു വന്ന സഭയുടെ പിതാക്കന്മാരുടെ എല്ലാം അനുഭവം ഇത് തന്നെയാണ്. ദൈവജനത്തിന് അനുഗ്രഹങ്ങളെ അവകാശമായി ചോദിച്ചു വാങ്ങുന്ന ശുശ്രൂഷ. മുന്നോട്ട് പോകുമ്പോൾ ശാന്തമായി ചിന്തിക്കുന്നത്, 4 ചിന്തിക്കുന്നു യൂസേജ് ഓഫ് സ്ക്രിപ്ചർ, വചനത്തിൻ്റെ ഉപയോഗമാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ യെരുശലേമിൽ നിന്ന് എമ്മവോസിലേക്ക് യാത്ര ചെയ്യുന്നതായ ശിഷ്യ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അവിടെ അവരോട് സംസാരിക്കുന്നത് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. വചനത്തിൽ നിന്നുകൊണ്ടുള്ള ധൈര്യപ്പെടുത്തലുകളുണ്ട്, വചനത്തിൽ നിന്നുകൊണ്ടുള്ള വഴികാണിക്കലുകളുണ്ട്, വചനത്തിൽ നിന്നുകൊണ്ടുള്ള തിരിച്ചറിവ് നൽകുന്ന അനുഭവങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആവശ്യമാകുന്ന ഇടങ്ങളിൽ വചനത്തിൻ്റെ ശുശ്രൂഷയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാൻ മറന്നുപോകരുത്. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ, സഭാജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിലെല്ലാം ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് സഭയുടെ പ്രാർത്ഥനകളിൽ പിതാക്കന്മാർ എടുത്തു പറയുന്നത്, വചനം കൊണ്ടും ജീവിതം കൊണ്ടും സഭയെ പണിത പിതാക്കന്മാർ സമൂഹം. സുറിയാനി സഭയുടെ ഏറ്റവും വലിയ പൈതൃകമാണ് വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആരാധന. ഈ സഭയുടെ പാരമ്പര്യങ്ങളും ഈ സഭയുടെ ആചാരങ്ങളും എല്ലാം വചനത്തിൽ വേരൂന്നിക്കൊണ്ടുള്ളതാണ്. സ്തെഫാനോസ് ശമാശൻ, അദ്ദേഹം തൻ്റെ മരണത്തിന് മുമ്പിൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുന്ന ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവാരാധനയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തെയും പാരമ്പര്യങ്ങളെയും പഴയ നിയമ വേദവ്യാഖ്യാനങ്ങളെയും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് തനിക്കെതിരെ കല്ലെറിയുന്നവരുടെ മുമ്പിൽ വചനത്തിൽ വേരൂന്നി സംസാരിക്കുന്ന, വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവജനത്തിന് വിശ്വാസ സംഹിതങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന അനുഭവം നമ്മുടെ ജീവിതങ്ങളിലും നമുക്ക് പിൻപറ്റാം, നമുക്ക് ആശ്രയം വയ്ക്കാം. വചനത്തിൽ വേരൂന്നി ഒരു സഭയെന്ന നിലയിൽ വചനത്തിലും സഭയുടെ വിശ്വാസത്തിലും അധിഷ്ഠിതപ്പെട്ട് സംസാരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ.
അഞ്ചാമത് ചിന്തിക്കുന്നത് ഒരുമിച്ചിരിക്കുവാനുള്ളൊരു മനസ്സ്. ക്രിസ്തുവേശു ആ അപ്പോസ്തല സമൂഹത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണത്തിനായിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആ നിമിഷം വരെയും തങ്ങളുടെ നാഥനെ തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥയുണ്ടെങ്കിലും ഒരു ഫെലോഷിപ്പിനായി ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അനുഭവങ്ങൾ വല്ലാതെ അകന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും വീട്ടിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തുന്ന അനുഭവങ്ങളുണ്ട്. എനിക്കിഷ്ടമുള്ളതായ ഒരു ഭക്ഷണം, മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതായ ഒരു ഭക്ഷണം, അങ്ങനെ ഓരോരുത്തരും വ്യക്തിപരമായ ഇൻഡിവിജ്വൽ സെൽഫ് സെൻറ്റേർഡ് ലൈഫ്, വ്യക്തി കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് മാറിപ്പോകുന്നൊരു കാലഘട്ടം. എന്നാൽ പഴയകാലം ഒന്നുമില്ലായ്മയുടെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒരു ഭവനത്തിൽ ഭക്ഷണം എന്നത് വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു. ഒരു മേശയ്ക്ക് ചുറ്റും അപ്പനും മക്കളും ഒത്തുചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അനുഭവം, പ്രാർത്ഥനയോടെ ആ ഭക്ഷണം കഴിക്കുന്ന അനുഭവം. നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് ഫെലോഷിപ്പ് മീൽസ് നഷ്ടപ്പെടുകയാണ്. ഒരുപക്ഷെ ആദിമസഭയുടെ ആദ്യ കൂട്ടായ്മകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഭക്ഷണത്തിനൊരു പ്രാധാന്യമുണ്ടായിരുന്നു. ഒരുമിച്ചുള്ളതായ കോമൺ മീൽസ്, വിധവമാർക്കും അഗതികൾക്കും ഒരുമിച്ച് വരുന്ന ആദിമസഭയ്ക്ക് മുഴുവൻ മേശയിൽ ശുശ്രൂഷകൾ നടന്നിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അനാഥരെ, വിധവകളെ ചേർത്തിരുത്തുന്ന വലിയ അനുഭവങ്ങളുടെ കൂട്ടായ്മ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. 6, പ്രാക്ടീസ് ഓപ്പൺസ് ദി ഐസ്. പ്രവൃത്തി നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുവാൻ സാധിക്കണം. പ്രവൃത്തിയിലൂടെ കണ്ണുകളെ തുറക്കുവാൻ സാധിക്കണം. ഈ ഒരു യാത്രയിൽ, എമൗസിലേക്കുള്ള യാത്രയിൽ നാം കാണുന്ന വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ആ നിമിഷം വരെയും ക്രിസ്തു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുക്കുന്ന ആ ഒരു സമയം വരെയും കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ അപ്പോസ്തലന്മാർക്ക്, ഈ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല. എന്നാൽ ഏതൊരു നിമിഷത്തിൽ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പ്രവൃത്തിയായി അരുമനാഥൻ കാണിച്ചു കൊടുക്കുന്നു. ആ നിമിഷത്തിൽ അവർ തിരിച്ചറിയുകയാണ്, ഇത് ഞങ്ങളുടെ നാഥനാണ്, ഇത് ഞങ്ങളുടെ രക്ഷിതാവാണ്. നിരാശയുടെ യാത്ര, ആ നിരാശയുടെ ആശങ്കയുടെ തീർത്ഥാടനത്തിൽ ദൈവമേ രക്ഷാസങ്കേതത്തെ കണ്ടെത്തുന്ന സ്ലീഹന്മാരുടെ വലിയ കൂട്ടായ്മയെ കാണുവാൻ സാധിക്കും. അവിടെ നിന്നുകൊണ്ട് ശക്തി പ്രാപിക്കുകയാണ്. പിന്നീട് കാണുന്ന ഒരു കാഴ്ച, he does disappeared. ക്രിസ്തു അദൃശ്യമാവുകയാണ്. അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ ക്രിസ്തു അദൃശ്യമാകുകയാണ്. വലിയ ധൈര്യപ്പെടുത്തലിൻ്റെ അനുഭവം ആ ശിഷ്യ സമൂഹത്തിന് നൽകിയ ശേഷം പിന്നീട് ക്രിസ്തുവിനെ അവിടെ കാണുന്നില്ല. മാറിപ്പോകുന്ന ഒരനുഭവമാണ് കാണുന്നത്. ശക്തിപ്പെടുത്തിയാൽ ലോകത്തിൻ്റെ അറ്റം വരെയും പോയി ദൈവവചനത്തെ ശുശ്രൂഷിക്കുവാനുള്ള അധികാരം നൽകിക്കൊണ്ട് അവിടെ നിന്ന് പിന്നോട്ട് മാറുന്ന അനുഭവം. ഒരുപക്ഷെ ഈ ശിഷ്യ സമൂഹത്തിന് നന്ദി പറയുവാനുള്ളൊരു ആഗ്രഹമുണ്ടായിരിക്കാം. ആ നന്ദി കേൾക്കുവാൻ അദ്ദേഹം അവിടെ ഒരുങ്ങുന്നില്ല. മറിച്ച് എനിക്ക് നിങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിനായി ചെയ്യുന്നു എന്നുള്ള വലിയ അനുഭവം. സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്ന, എന്നെ ഓർത്ത് എൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഓരോ അനുഭവങ്ങളും അപരനായിരിക്കും. നിങ്ങൾ ദൈവാലയത്തിൽ തങ്കത്തിൽ പൊതിഞ്ഞിരിക്കുന്ന കുരിശിനെ വീണ്ടും തങ്കം കൊണ്ട് പൊതിയാതെ വഴിയരികിൽ അവശനായി കിടക്കുന്ന ക്രിസ്തുവിനെ ശുശ്രൂഷിക്കണം. രോഗിയായി കിടക്കുന്ന, ഭക്ഷണമില്ലാതെ നടക്കുന്ന, അനാഥനായി നടക്കുന്ന ക്രിസ്തുവിനെ, അതായത് അപരൻ്റെ മുഖത്ത് ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമാകണം. എങ്കിലേ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകുകയുള്ളൂ. എങ്കിലേ നമ്മുടെ സഭാജീവിതം കൂടുതൽ വിശ്വാസത്തിളപ്പുള്ളതാക്കുകയുള്ളൂ. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒന്നും പിന്നാലെ പോകാതെ വലിയ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് ദൈവസഭയിൽ ഒരനുഭവമായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ കൂടി ആ വചനത്തെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. വലിയ ആശങ്കയുടെ മധ്യത്തിലാണ് 2 യാത്രകൾ കണ്ടു. ഒന്ന്, നിരാശയുടെ അടിമത്തത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള ആ ഈജിപ്തിൽ നിന്നുള്ള കനാനിലേക്കുള്ള യാത്ര, മോശയുടെയും അഹറോൻ്റെയും യോശുവായുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന യാത്ര. രണ്ടാമത് കണ്ട യാത്ര ആശങ്കയുടെ തീർത്ഥാടനമാണ്. ക്രിസ്തു നഷ്ടപ്പെട്ടതായ അപ്പോസ്തല സമൂഹം നിരാശയിലൂടെ യാത്ര ചെയ്യുന്ന അവസ്ഥ. ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ ഈ 2 യാത്രകളും നമ്മുടെ ജീവിതങ്ങളിൽ പ്രസക്തമാണ്. കോവിഡ് എന്ന മഹാമാരി ആകെ വിഴുങ്ങിയിരിക്കുന്ന സമൂഹത്തിൽ നിരാശയുടെ അനുഭവത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അറ്റത്തൊരു സന്തോഷമുണ്ട്. അവസാനത്തിൽ ഒരു സന്തോഷവും ഒരതിശയവും ഉണ്ടാകുമെന്ന് യോശുവയുടെ പുസ്തകം നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. നിരാശയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ചിന്തകളിൽ നിന്ന്, അഹങ്കാരങ്ങളിൽ നിന്ന്, തെറ്റായ അനുഭവങ്ങളിൽ നിന്ന്
മറ്റുള്ളവരെ വിദ്വേഷിക്കുന്ന അനുഭവങ്ങളിൽ നിന്നെല്ലാം ഞാനും നിങ്ങളും മാറിപ്പോകേണ്ടുന്നൊരു കാലഘട്ടം. അവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ദൈവമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ സഭയിൽ, സമൂഹത്തിൽ വലിയ ഇടപെടലുകൾ ഉണ്ടാകണമേ എന്ന് ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന അനുഭവം നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ബാറഖമോർ, സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ദൈവവചനത്തിൻ്റെ പിന്നാലെ പോകുവാൻ, ദൈവമായ കർത്താവേ, യഹോവയായ ദൈവത്തിൻ്റെ പിന്നാലെ യഹോവയെ തേരും തേരാളിയുമായി സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ജനം നടന്നതുപോലെ ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയെയും അവിടുന്ന് ക്രമീകരിക്കണമേ. ദൈവമേ, സഹനങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ത്യാഗങ്ങളിലൂടെ നിൻ്റെ ദൈവ അനുഭവത്തിൻ്റെ തുറമുഖത്തേക്ക് ഞങ്ങളെ തന്നെ ചെന്നെത്തിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളുടെ രോഗങ്ങളെ ദൈവമേ നീ തൊടണമേ. ഞങ്ങളുടെ ഭാരങ്ങളെ നീ വഹിക്കണമേ. നിരാശയെ അകറ്റണമേ. ദൈവമേ, ഞങ്ങൾക്ക് പ്രത്യാശയുടെ വഴികളെ കാണിച്ചു നൽകണമേ. സമസ്ത മേഖലകളിലും ദൈവമേ അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങൾ തന്നെ ഈ സമൂഹത്തിൽ, സഭയിൽ ഒരു അത്ഭുതമായി മാറുവാൻ ദൈവമേ നീ ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമേ. സകലവും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന സകലരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന വലിയ അനുഭവവും അനുഗ്രഹവും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകണമേ. സർവവും പരിശുദ്ധനായ തോമസ് ലീഹായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഈ ശുശ്രൂഷയിൽ ഓൺലൈനായി പങ്കെടുക്കുവാൻ സാധിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിക്കുകയും അവസരം നൽകുകയും ചെയ്തതായ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന എത്രയും വന്യനായിരിക്കുന്ന വർഗീസ് വാലയിൽ കോർപ്പിസ്കോപ്പ് അച്ഛനോടും എത്രയും ആദരണീയ ബഹുമാനിയായിരിക്കുന്ന എസ്തീന സിസ്റ്ററോടും അവിടെയുള്ള സകല ശുശ്രൂഷകരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടുകൂടെ എന്നും എല്ലാ കാലവും ഉണ്ടായിരിക്കട്ടെ. വചനത്തിൻ്റെ കേൾവിക്കാരാകാതെ അതിൻ്റെ അനുഷ്ഠാനകരായി പൂർവ്വപിതാക്കന്മാർ ചെയ്തതുപോലെ ജീവിതം കൊണ്ടും വചനം കൊണ്ടും സഭയെ പണിയുന്ന സമൂഹമായി മാറുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. കീഴിലം സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ ജനറൽ കൺവെൻഷൻ സുവിശേഷാഗ്നി എന്ന പേരുള്ളതായ ഈ വചന ശുശ്രൂഷയിലേക്ക് വീണ്ടും കടന്നു വരുന്നതിനും ദൈവവചനം കേൾക്കുന്നതിനും നമുക്ക് ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മോട് വചനം സംസാരിച്ചത് എത്രയും വന്യനായ കൗമ റമ്പാച്ചനാണ്. തൻ്റെ പഠന കാലയളവ് മുതൽ അനേകം വേദികളിൽ ദൈവവചനം പ്രസംഗിക്കുകയും ഘോഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് സഭയിൽ പല വേദികളിലും അദ്ദേഹം ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 108:5 പറയുന്നത് പോലെ, ദൈവമേ, നീ സ്വർഗങ്ങൾക്ക് മീതെ ഉന്നതനാകണമേ, സർവ്വഭൂമിക്കുമേൽ നിൻ്റെ ബഹുമാനം പ്രസിദ്ധമാകണമേ. അതെ, സർവ്വഭൂമിക്കുമേൽ ദൈവത്തിൻ്റെ ബഹുമാനം പ്രസിദ്ധമാകുവാൻ തക്കവണ്ണം അത് പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വചന ശുശ്രൂഷയിൽ കൂടെ നടക്കുന്നത്. അതെങ്ങനെയാണ് പ്രസിദ്ധമാകുന്നത്? ജനങ്ങൾ കേൾക്കുമ്പോൾ ആ വചനം അവരിൽ ക്രിയ ചെയ്യുന്നു, ഫലം കായ്ക്കുന്നു. അങ്ങനെ അനേകരിൽ അത് പ്രസിദ്ധമായി തീരുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുകയും ചെയ്യുന്നു. ഇന്ന് വചനം സംസാരിച്ചതായ വന്യ റമ്പാച്ചനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, ഈ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു. ഇതുവരെയും വചനം കേൾക്കുവാൻ തക്കവണ്ണം അവിടുത്തെ അഭിഷിക്തനിൽ കൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വന്യ റമ്പാച്ചനെ തൃപാദത്തിലേക്ക് സമർപ്പിക്കുന്നു. തൃക്കരങ്ങളിൽ തരുന്നു കർത്താവേ. നീ എടുത്ത് ധാരാളമായിട്ട് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവി ജീവിതത്തിൽ നിൻ്റെ ഹിതപ്രകാരം കർത്താവെ നിന്നെ ഉയർത്തി മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീ കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇന്ന് വചനം കേട്ടതായ എല്ലാ മക്കളെയും, ദൂരത്തും ചാരത്ത് വരുന്ന കേട്ടതായ എല്ലാ മക്കളെയും സമർപ്പിച്ചിരുന്നു. അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഈ വചന കേൾവി അവരുടെ വിശ്വാസത്തിന് കർത്താവെ കൂടുതൽ ഉത്തേജനം പകരുവാൻ തക്കവണ്ണം, കൂടുതൽ ശക്തി പകരുവാൻ തക്കവണ്ണം, കൂടുതൽ ആത്മനിർവലായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ക്രിയ ചെയ്യുന്നത് നിൻ്റെ പരിശുദ്ധാത്മാവിൻ മാത്രമാകുന്നു. കർത്താവെ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്ഥാപനത്തിനായി നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, ഇവയിൽ കൂടെ നടക്കുന്നതായ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചിരുന്നു. ദൈവമേ, കൂടിവരവുകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥ
അവിടുന്ന് ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇതിനോട് സഹകരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചിരുന്നു. നേതൃത്വം നൽകുന്നവരെ സമർപ്പിക്കുന്ന കർത്താവെ, പരിശുദ്ധ സഭയെ സമർപ്പിച്ച സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിൻ്റെ വ്യവഹാരങ്ങളെല്ലാം മാറി സമാധാനമായൊരു അന്തരീക്ഷത്തിലേക്ക് ആരാധന സമൂഹമായി ഒന്നിച്ചു ചേരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സമാധാനം, നിൻ്റെ സമാധാന സഭയിൽ വാഴുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പാത്രികീസ് ബാവായെ സമർപ്പിച്ചിരുന്ന കർത്താവെ, ശ്രേഷ്ഠ ബാവായെ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിനാണെങ്കിലും കർത്താവെ, നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മെത്രാപൊലിത്തമാരെയും സമർപ്പിച്ചിരുന്നു. വൈദികഗണത്തെ ഒന്നായി ഏൽപ്പിച്ചിരുന്ന കർത്താവെ, നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സന്യസ്തരെയും സമർപ്പിച്ചിരുന്നു. നിന്നെ വേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. വിവിധ സുവിശേഷ പ്രസ്ഥാനങ്ങളെയും ഭക്തസംഘടന പ്രസ്ഥാനങ്ങളെയും സമർപ്പിച്ചിരുന്ന കർത്താവെ, അവയിൽ കൂടി നിൻ്റെ നാമമഹത്വം എടുപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. യുവജനങ്ങളെ സമർപ്പിച്ചിരുന്നു. കർത്താവെ, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ എല്ലാവരെയും സമർപ്പിക്കുന്നു. നീ കരുണയായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിദ്യാർത്ഥി സമൂഹത്തെ ഏൽപ്പിച്ചിരുന്നു. കർത്താവെ, ഓൺലൈൻ പഠനം മൂലം കർത്താവ് വിവിധ തരത്തിൽ ബുദ്ധിമുട്ടുന്നതായ ഓരോ മക്കളെയും, കർത്താവരുടെ കോഴ്സുകൾ പൂർത്തിയാക്കാതെ പരീക്ഷ നീണ്ടുപോകുന്ന അവസരത്തിൽ മനക്ലേശം അനുഭവിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചിരുന്ന് നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രകൃതിയുടെ ദുരന്തം മൂലം കഷ്ടപ്പെടുന്നതായ, ഉറ്റോരും ഉടയോരും നഷ്ടപ്പെട്ടതായ, കിടപ്പാട് നഷ്ടപ്പെട്ടതായ അനേകം മക്കൾ കർത്താവെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുണ്ട്. നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ യഥാസമയം പ്രവർത്തിക്കുന്ന കർത്താവാണല്ലോ. നീ സകലത്തിനും മതിയായിട്ടുള്ളവനാണല്ലോ. കർത്താവെ, കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിരിക്കുക നീ ആശ്വാസം പകരണമേ. ദിവ്യ ഔഷധമായി നീ അവരുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണമേ. കർത്താവെ, ലോകത്തിലായിരിക്കുമ്പോൾ നീ അനേകം രോഗികളെ സൗഖ്യമാക്കി. ഇന്നും വിളിച്ചപേക്ഷിക്കുന്ന, നിന്നിൽ ആശ്രയിക്കുന്ന അനേകർക്ക് നീ സൗഖ്യദായകനാണ്. നിൻ്റെ വചനം വായിച്ചു നീ സൗഖ്യം കൊടുക്കുന്നവനാണ്. കർത്താവെ, നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബാറഖമോർ, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടുകൂടെ, നാം കേട്ട വചനങ്ങളോടുകൂടെ, അവയുടെ പ്രവർത്തികളോടുകൂടെ ഇന്നും എല്ലാ കാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.